നമസ്കാരം, ചാനൽ 81ലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തുന്നത് ഒരു പുതുമുഖ നായികയാണ്. മലയാള സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന പുതുമുഖ നായിക. എൻ്റെ അമ്മ സൂപ്പർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ സോണി അസീം. പരിചയപ്പെടാം നമുക്ക് സോണിയുടെ വിശേഷങ്ങൾ. ഹലോ, നമസ്കാരം. നമസ്കാരം. സോണിയുടെ പുതിയ ചിത്രമാണല്ലേ? ആദ്യത്തെ ഫിലിമാണ് പ്രേതങ്ങളുടെ കൂട്ടം. ഓക്കെ, ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ? കുഞ്ഞുനാൾ മുതലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സിനിമ എന്ന ലോകത്തിൽ എത്തിച്ചേരണമെന്ന്. അപ്പോൾ കുഞ്ഞുനാളിൽ രണ്ടൊന്ന് ഫിലിമിലൊക്കെ അഭിനയിച്ചു, സിദ്ദീഖിനോടൊപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബാലതാരമായിട്ട്. പിന്നെ ഹിന്ദിയിൽ ഒരു സീരിയലിൽ നായികയുടെ ചെറുപ്പകാലമായിട്ടൊക്കെ അഭിനയിച്ചു. പിന്നെ അതങ്ങനെ ഡാഡിൻ്റെ തിരക്ക്, ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം അതങ്ങനെ നിന്നു. ഹിന്ദി സീരിയലിലേക്ക് പോകാനുള്ള കാരണം അത് ഞങ്ങൾ ഗുജറാത്ത് കച്ചീസാണ്. അപ്പോൾ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്ന ഒരു കുട്ടിയെ വേണം, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടിയതാണ്. അത് സതീഷ് കൗശിക് എന്ന് പറഞ്ഞ ഡയറക്ടർ, മിസ്റ്റർ ഇന്ത്യ പോലത്തെ വലിയ വലിയ പടങ്ങൾ പിടിച്ച ഡയറക്ടറാണ്. ഇവിടെ വന്നിട്ട് കേരളയിൽ വന്നിട്ട് അത് ഏതൊരു ടൈം പീരീഡിലായിരുന്നു നമ്മുടെ മലയാളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത്? അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ ഇപ്പൊ നായികയായിട്ട് ഇപ്പൊ ചെയ്യണേ ഉള്ളൂ. നല്ല ബാലതാരമായിട്ടൊക്കെ വളരെ കുഞ്ഞില്, എനിക്കൊരു 7 വയസ്സ് അങ്ങനെയൊക്കെ ആ ടൈമിലൊക്കെയാണ്. അന്ന് തൊട്ടേ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ഡ്രീം? അയ്യോ, നായിക എന്നല്ല, സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ ആയിരിക്കുമല്ലോ, സിനിമയിൽ അഭിനയിക്കണം. നായിക എന്നൊന്നും ഉണ്ടായിരുന്നില്ല, സിനിമയിൽ അഭിനയിക്കണം. അങ്ങനത്തെ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അപ്പം എൻ്റെ ഡാഡിയും അതേപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട്, പക്ഷേ ഡാഡിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, ബിസിനസ്സിന് നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. പിന്നെ ഭരതനാട്യം പഠിപ്പിച്ചു ഡാഡി. ഡാൻസൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ ചെറുപ്പം മുതലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഒരുപാട്. പിന്നെ അങ്ങനെയാണ് റിയാലിറ്റി ഷോയിൽ സൂപ്പറാണ് കയറിയത്. അതിലൂടെയാണ് ഈ ഫിലിമിൽ ചാൻസ്, എന്നെ 4 പേര് അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഡയറക്ടർ സുധീർ സാലി എന്ന ഡയറക്ടർ എന്നെ കാണുന്നതും എന്നെ അവരുടെ പടത്തിലോട്ട്. ഈ ഒരു റിയാലിറ്റി ഷോയുടെ എൻട്രി എങ്ങനെയായിരുന്നു? കാരണം സ്വയം ഇഷ്ടം തോന്നിയതാണോ, വീട്ടുകാർ, കൂട്ടുകാർ, ആരായിരുന്നു ഇതിലേക്കുള്ള? എനിക്കിഷ്ടം തോന്നി. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ മക്കളോട്, എൻ്റെ വീട്ടുകാരോട്. അപ്പം അവർ ഓക്കെയാണ്, നമുക്കത് ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ ഡാഡി, എൻ്റെ മകള് പ്ലേബാക്ക് സിംഗറാണ് മെഹത്താബ് അസീം. അതുപോലെ എൻ്റെ ഫാദറും ഭയങ്കര ക്രേസുള്ള ഒരാളാണ് സിനിമ എന്ന്. ഞാൻ കലയെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ്, ഞങ്ങൾക്ക് കല ഇഷ്ടമാണ്. മെയിനായിട്ടുള്ള ഒരു ലീഡിങ് ക്യാരക്ടറാണല്ലോ. അതെ, ഹീറോയിനായിട്ട് തന്നെയാണ് അതിൽ ചെയ്യുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാനതിൽ ചെയ്യുന്നത്. എല്ലാം പുതുമുഖ നടന്മാരാണ് അല്ലേ? എല്ലാവരും പുതുമുഖങ്ങളാണ്. നായകൻ ഞാനാണെങ്കിൽ സുധീർ സാലി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അതുപോലെ പ്രൊഡ്യൂസർ ജോർജ് കിളിയാര, നായകൻ നിക്സൺ സൂര്യൻ. അതേപോലെ ഇതിലുള്ള ഒരുപാട് മറ്റ് അഭിനയിക്കുന്ന അഭിനേതാക്കളെല്ലാം അജയ്, ഡിബിൻ, അബ്രാം, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരും പൊന്നൻ, ഫ്രാങ്ക്ലിൻ, രാജു, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ. ഇവരൊക്കെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. എല്ലാവരും ഇവിടെ വന്ന് ഒരു അങ്ങനെ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അമ്മ സൂപ്പർ എന്ന റിയാലിറ്റി ഷോയിലെ? അത് ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഒരു ലൈഫിൽ നല്ലൊരു ജേർണി തന്നെ. പിന്നെ നമ്മൾ ഇത്ര വലിയ വലിയ ജഡ്ജസിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുക, മലയാളികളുടെ മുമ്പിലാണ് നമ്മൾക്ക് പോരായ്മകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാധാരണ ഒരു വീട്ടമ്മയല്ലേ, നമുക്കിതൊന്നും വലിയ അഭിനയിച്ച ശീലങ്ങളൊന്നുമില്ല. കുഞ്ഞുനാളിലൊന്നും ഇങ്ങനെ ഡയലോഗ് പോലും ഇല്ലാത്തൊരു സീനിലൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു ഇതല്ലല്ലോ. എന്നപ്പോൾ ഭയങ്കര, പക്ഷെ അവരൊക്കെ ഭയങ്കര നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജസാണ്. അപ്പോൾ അവരൊക്കെ പറയുമായിരുന്നു, സോണി എന്തായാലും സിനിമയിൽ വരും, സോണി സിനിമയിൽ വരുമെന്ന് പറയുമായിരുന്നു. ഞാൻ പല വേഷങ്ങൾ അതിൽ ചെയ്തു. അപ്പോൾ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് പറ്റും, ചാൻസ് കിട്ടിയാൽ ചെയ്യണം. അങ്ങനെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, കിട്ടിയാൽ മതിയായിരുന്നു നല്ലൊരു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ തോന്നിയത്? സന്തോഷമാണെന്നറിയാം. സന്തോഷം എങ്ങനെയാ അത് പറയാ? കാരണം എന്നോട് ചോദിച്ചത് ഒരു ചാൻസ് ഉണ്ട് സിനിമയിൽ, അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഇല്ല, കാരണം വീട്ടിൽ വന്ന് ഡാഡിനോട് സംസാരിച്ച് അങ്ങനെയൊക്കെ നല്ലോണം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നോട് അവർ
കഥ പറയാനായിട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആകെ moment ഫസ്റ്റ് ഹീറോയിൻ ആണ് നിങ്ങൾ, മെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും നാളും തപസ് ചെയ്തത് അല്ലെങ്കിൽ സത്യം സത്യം അത് എല്ലാം അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും മനസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് പുള്ളി നല്ല സപ്പോർട്ടീവ് ആണെന്നറിയാം, എന്നാലും അത് നമുക്കൊരു പ്രധാന ഘടകം തന്നെയാണല്ലോ പുള്ളിയുടെ ആ ഒരു എങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു റിയാക്ഷനും കാര്യങ്ങളും. അങ്ങേരുടെ സമ്മതം കൊണ്ടും ആ ഒരു സമ്മതം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റുന്നത്. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത് ഇങ്ങനത്തെ ഒരു ഭർത്താവ് എല്ലാ ഭാര്യമാർക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനത്തെ ഒരു കിട്ടണം. പണവും കുറേ ഇതല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമുക്ക് അപ്പം ആ സമയത്ത് ആ ചാൻസ് കിട്ടുമ്പോൾ നമ്മളോടൊപ്പം നിന്നിട്ട് ഓക്കെ എന്ന് പറയാം. ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലൈഫിൽ എപ്പോഴും വരുന്നതല്ല. അപ്പൊ കിട്ടുന്ന ടൈമിൽ അതിനെ മാക്സിമം അതാണ് ആ സമയത്ത് വേണ്ട എന്ന് പറയുമ്പോൾ എന്നോടിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ സ്വപ്നം ഇവിടെ വെച്ച് അത് തീർന്നു. ഞാനെന്ന് പറഞ്ഞ ഒന്നുമില്ലാതെ വീട്ടിൽ പിന്നെയും നമ്മൾ അടുക്കളയിൽ ചോറും കറിയും വെക്കുന്ന ഒരു വീട്ടമ്മയായിട്ടിരുന്നു പോയനെ. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ ഉണ്ട്. അവരുടെ ഒരു ബലത്തിലാണ് ഞാൻ. പിന്നെ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ജനങ്ങളുണ്ടാവും. പ്രതീക്ഷയുണ്ടോ ഈ ഒരു സിനിമ? പ്രതീക്ഷയുണ്ട്. പിന്നെ ഞങ്ങളുടെ പുതുമുഖങ്ങളുടെ ഒരു സ്വപ്നവും പ്രതീക്ഷയാണ്. അത് ഞങ്ങളെ സ്വീകരിക്കും, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഒരു ആത്മവിശ്വാസത്തിലാണ്. അത് അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ ആകും എന്നാണ്. അങ്ങനെ തന്നെയാണ്. ആമേ. ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എയിം കാണുമല്ലോ. ഇപ്പം സോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ തന്നെയായിരുന്നു ഡ്രീം എന്ന് പറയുന്നത്? സിനിമയായിരുന്നു ഡ്രീം. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, ഓരോന്ന് ഓർക്കുമ്പോൾ പോലീസ് ആവണം. ഡാഡിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഇഷ്ടം, ഞാനൊരു പോലീസ് ഓഫീസർ ആക്കണം. അപ്പം എനിക്കതെ പോലീസ് IPS ഓഫീസർ ആവണമെന്നായിരുന്നു. പിന്നെ അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്തിരിക്കും. പക്ഷെ ഡാൻസർ ആവണം, ഭരതനാട്യത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് പറ്റിയില്ല. ചെറുതായിട്ട് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് എൻ്റെ കാലിൽ വന്ന് പറ്റി, മുകളിൽ നിന്നൊന്ന് വീഴുന്നത്. അപ്പോൾ അതിലൊരു ആക്സിഡൻറ്റിൽ കാലിൽ ആയപ്പോൾ എനിക്കതിൽ ബുദ്ധിമുട്ടായി. പിന്നെ ഡാൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ലൈഫിലെ ഇനി അങ്ങോട്ടുള്ള ദൈവത്തിന് അനുഗ്രഹവും സിനിമയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് അതാണ്. ജനങ്ങള് നമ്മളെ ഇഷ്ടപ്പെട്ട് ഓക്കെ അടിച്ച് അങ്ങോട്ട് വിടുകയാണെങ്കിൽ സിനിമയിലോട്ട് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു മൂവി ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പം റിലീസ് വിഷുവിന് കാണുമല്ലായിരുന്നു. ഇത് ചെയ്ത് തീർന്നപ്പം എന്താണ് തോന്നിയത്? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ? പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് റിലീസായാൽ മതി വേഗം. അങ്ങനെയായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മാമലക്കണ്ടത്തായിരുന്നു ഷൂട്ട്. അപ്പോൾ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമായ ഒരു നടിയാകണം എന്നുള്ള ആഗ്രഹം ഈ സിനിമയിലൂടെ പൂവണിഞ്ഞിരിക്കുകയാണ്. അതെ. അപ്പം മുന്നോട്ടൊരു നടി എന്ന നിലയിലാണ് ഇനി പോകുന്നത്. അപ്പം ഈ നടിക്ക് എന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്, അല്ല നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങൾ തുടക്കക്കാരാണ്. അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടണം, ഞങ്ങളുടെ സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. പോരായ്മകളുണ്ടാവും, ഞങ്ങളെല്ലാവരും തുടക്കക്കാരാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അതെ എന്താ പറയാ. ഞാനും ഇപ്പം സാധാരണ ഒരു ഇതല്ലേ, എനിക്കങ്ങനെ വലിയ ഇതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇഷ്ടപ്പെടണം, സ്വീകരിക്കണം. നിങ്ങളുടെ കയ്യിലാണ് ഇനി ഞങ്ങളുടെയൊക്കെ ഭാവി ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളോടെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഈ ടീം ഇതിൽ പ്രവർത്തിക്കുന്നത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് ഇതെല്ലാം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണണം, സപ്പോർട്ട് ചെയ്യുക. ആഗ്രഹം പോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ലൊരു നടിയായിട്ട് തന്നെ അറിയപ്പെടട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം സോണിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആഗ്രഹം പോലെ തന്നെ സോണിക്ക് മുന്നോട്ട് നല്ലൊരു നടിയായിട്ട് തന്നെ ഭാവി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ജോർജിനൊപ്പം അശ്വനി ആർദാർ, ചാനൽ 91.